ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് തദ്രീബു തിലാവയിലെ അദ്ദർസു താസി 9ാമത്തെ പാഠം. അപ്പം നമുക്ക് ഇന്ന് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കാൻ പോകുന്ന അക്ഷരം ഏതാണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? നമ്മളിവിടെ ഹ ആണ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഹ പഠിച്ചു. ഇതിൽ ഹ പോലെ തന്നെ, പക്ഷെ മുകളിൽ ഒരു പുള്ളി കൂടി ഇട്ടാൽ ഹ, നമ്മളെ ഹലക്ക്, തൊണ്ടയിൽ നിന്ന് വരുന്ന ഒരു അക്ഷരമാണ് ഹ. അപ്പോൾ ഇവിടെ എന്താണ് ചിത്രത്തിൽ വന്നത്? നമ്മൾ ഒരു ലീഫി വെജിറ്റബിൾ ആണത്. അപ്പോൾ ഇവിടെ ഇതിനെന്താണ് അറബി പറയുക? ഹസ്. അപ്പം ഹ, ഇവിടെ സീന് ശ്രദ്ധ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫതഹുകളൊന്നുമില്ല. അപ്പം നമ്മൾ ഇവിടെ സുക്കൂൻ നൽകിയിട്ടാണ് അത് ഉച്ചരിക്കുക. ഹസ്, ഹസ്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കാതെ എന്താണ്? ലെറ്റേഴ്സ് മനസ്സിലാക്കുക കേട്ടോ. അതിന് ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ലീഫി വെജിറ്റബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് താഴെയുള്ളത് വായിക്കാം. അപ്പോൾ ചേർത്ത് എഴുതുമ്പോഴാണ് ഹ ഇങ്ങനെ എഴുതുക. ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് ഹ, ഹു, ഹി. മനസ്സിലാക്കുക. അപ്പോൾ നമുക്കത് വായിക്കാം. ഹ ബ റുൻ, ഹബറുൻ. ഖുബ്സുൻ, ഖുബ്സുൻ. ഖിയാറുൻ, ഖിയാറുൻ. ഉഖ്തുൻ, ഉഖ്തുൻ. ഖബറുൻ, ഖുബ്സുൻ. ഖിയാറുൻ, ഖിയാറുൻ. ഉഖ്തുൻ. ഖ, ഖു, ഖി, ഖുൻ. ബഹ്, ബഹ്. ഖ്, ഖ്. അതിനോട് ചേർത്ത് നമുക്ക് ഉച്ചാരണം ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ബഹ്. മനസ്സിലാക്കാം. ഇനി ഹ ഇന് ഫത്തഹയെ നീട്ടാൻ അലിഫ്, ഹ. ലമ്മയെ നീട്ടാൻ വാവ്, ഹൂ. കസ്രയെ നീട്ടാൻ യാ, ഹീ. ഹ, ഹൂ, ഹീ. ഖൻ, ഖുൻ, ഖിൻ. ഫത്തഹ തൻവീൻ, ലമ്മ തൻവീൻ, കസ്ര തൻവീൻ. ഖൻ, ഖുൻ, ഹിൻ. മനസ്സിലാക്കുക. ഹ. അപ്പോൾ അത് എഴുതുന്ന രീതി നമ്മളിവിടെ എഴുതി മനസ്സിലാക്കുക. പുള്ളി മുകളിൽ ഒരു ഡോട്ട് ഇടണം. മനസ്സിലാക്കുക. ഹ, ഹ. ഇവിടെ നമുക്ക് നെക്ര വായിക്കാൻ തന്നിട്ടുണ്ട്. ഹ വെച്ചിട്ടുള്ള പദങ്ങളാണ്. ഹിബാഉൻ, ഹിബാഉൻ. നമ്മൾ മുമ്പ് പഠിച്ച അക്ഷരങ്ങളാണ് ചേർത്ത് പറയുന്നത്. ബാ, അംസ. ഹിബാഉൻ. അടുത്തതാ ഖുബ്സുൻ, ഖുബ്സുൻ. ബുഖ്തുൻ, ബുഖ്തുൻ. ഖായിബുൻ, ഖായിബുൻ. ബഖീതുൻ, ബഖീതുൻ. ബുഖൂതുൻ, ബുഖൂതുൻ. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? താഴെ ഖുർആനത്തെ ഒരു ആയത്തുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഹ മനസ്സിലാക്കി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കുക. ഹ ആണ് കേട്ടോ. അപ്പോൾ ജീമും ഹ ഒക്കെ വരുമ്പം ഒരുപോലെയാണ് വരിക. പുള്ളികൾക്കാണ് വ്യത്യാസമുള്ളത്. നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ തഹുദുഹും. അപ്പോൾ ഇവിടെ ഹ, ഹു എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹ മനസ്സിലാക്കുക. അടുത്തതാ യഹിസിമൂൻ. അപ്പോൾ ഇവിടെ ഹൈ വന്നു. മനസ്സിലാക്കുക. അപ്പോൾ ഹ വന്നതാണ് കേട്ടോ. ഹർക്കത്തുകളൊന്നും പറയുന്നില്ല. അപ്പോൾ അതങ്ങനെ. ഇനി അടുത്തതാ ഇവിടെ യബ്ഖലൂന. ഇവിടെ വന്നു. അടുത്തതാ ബിൽ ബുഖിലി. ഇവിടെയും വന്ന്. മനസ്സിലാക്കുക. അപ്പോൾ അതിന് 2 ഹ ഇവിടെയും 2 ഹ മുകളിൽ നമ്മൾ കണ്ടെത്തി. മനസ്സിലാക്കുക. ഇനി നക്റഉൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് ഹ വന്ന ചെറിയ വേർഡ്സാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. എന്താണ്? വായിക്കാം നമുക്ക്. എന്താണ്? ഉഖ്തുൻ, ഉഖ്തുൻ, ഉഖ്തുൻ. അടുത്തതാ വഹാബ, വഹാബ. ഖ, ഖ ഇനെ നീട്ടാൻ വന്നു. വഹാബ, വഹാബ. അപ്പം ഇത്രയാണ് ഇതിൽ. നമുക്കിതിൻ്റെ വർക്ക് നോക്കാം. അപ്പം അതിൻ്റെ വർക്ക് ഹസ്, ഹസ്. മനസ്സിലാക്കുക. ഇനി നിറം നൽകണം. നുലവി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ജീമ് തന്നിട്ടുണ്ട്. ബ്ലൂ കളറ് ജീമ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത അക്ഷരത്തിന് മറ്റൊരു നിറം നൽകാം. റെഡ് കൊടുക്കാം. ഹ, ഹ ആണ്. അപ്പോൾ നമ്മൾ എഴുതുന്ന പോലെ തന്നെ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ അവസാനിപ്പിക്കാം. അടുത്തത് ഹ,
അപ്പോൾ ഇതിനാ ഗ്രീന് നൽകാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം നൽകാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ പുള്ളി മുകളിലുണ്ട് കേട്ടോ. അപ്പോൾ ഹ മനസ്സിലാക്കുക. ഇനി നെസ്സിൽ യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. എന്താണ് ഇവിടെ ചിത്രങ്ങൾ വന്നത്? എന്താണ്? ബസ്, ക്യാമൽ, ലെറ്റസ്. അപ്പോൾ ഇതിന് നമ്മൾ ബസ്സിന് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഹാഫില അല്ലേ. ഹാഫില നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് വന്ന അക്ഷരം ഏതായിരുന്നു? ഹ ആണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം, ഹയിലേക്ക്. അടുത്തത് ക്യാമലിന് എന്തായിരുന്നു പറഞ്ഞത്? ക്യാമലിന് ജമൽ, ജമൽ. അപ്പോൾ ഫസ്റ്റ് വന്ന അക്ഷരം ജീം, ജ. അപ്പോൾ നമുക്ക് അതിലേക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചത് ഹ അല്ലേ, ലെറ്റസിന് ഹ. അപ്പോൾ നമുക്ക് ഹയിലേക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം ഇതിൻ്റെ പേരുകൾ പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന അക്ഷരം ഏതാണെന്ന് നമ്മൾ ഓർത്തെടുക്കുക, എന്നിട്ട് അതിലേക്ക് വരയ്ക്കുക. മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ പാഠത്തിൻ്റെയും എല്ലാ ചിത്രത്തിൻ്റെയും അറബി നെയിം നന്നായി പഠിച്ചാൽ നമുക്ക് ഇതുപോലെ മാച്ച് ചെയ്യാൻ വന്നാൽ കംപ്ലീറ്റ് ആക്കാൻ എളുപ്പമാകും. മനസ്സിലാക്കി പഠിക്കുക. അടുത്ത എന്താണ്? നുലവിൻ ഖാനാത്തി അല്ലത്തി ഫിഹ ഹ ഉള്ള കള്ളിയിൽ നിറം നൽകാനാണ്. അപ്പോൾ ഇവിടെ ഹ വന്ന ഒന്നത് ഇതിന് നിറം നൽകാം, ഇതിന് നൽകാം. ഇത് ഹ ആണ്, വേണ്ട. ഇത് ജീമാണ്, അതിനും വേണ്ട. ഇത് ഹ, അപ്പോൾ അവിടെ നൽകാം. ഇത് ജീമ് വേണ്ട. അപ്പോൾ ഇതിന് ഹ. അപ്പോൾ ഹകളുള്ള കള്ളിയിലാണ് നമ്മൾ നിറം നൽകേണ്ടത്. അപ്പോൾ അതിൽ ഹ ഉണ്ട് എന്ന് കാണാൻ തക്കത്ത രീതിയിലുള്ള നിറമാണ് നമ്മൾ നൽകേണ്ടത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. ഇനി നൊക്കുമിൽ എഴുതാനാണ്. എന്താണ്? നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ ഓർഡറിൽ ഇങ്ങനെ എഴുതി കൊടുക്കണം. എന്താണ്? അലിഫ്, ബാ, താ, സാ, ജീമ്, ഹ, ഹ. അങ്ങനെ നമ്മൾ ഓർഡറിൽ പഠിച്ചത് അതുപോലെ എഴുതി ചേർത്ത് കൊടുക്കുക. അലിഫ്, ബ, നുക്മിൽ. മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ എല്ലാവർക്കും ഓർഡറിൽ പറയാൻ അറിയാമല്ലേ? അലിഫ്, ബാ, താ, സാ, ജീമ്, ഹ, ഹ. അപ്പോൾ അത് ഓർഡറിൽ എഴുതുക. അടുത്തത് എന്താണ്? നസിൽ ഹുറൂഫ്, അക്ഷരങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഹുജ്ബുൻ, ഹുജ്ബുൻ, അത് ഓരോ അക്ഷരങ്ങളായിട്ട് വേർതിരിച്ചാണ് തന്നത്. അത് നമുക്കിവിടെ ചേർത്ത് എഴുതി കൊടുക്കാം. അപ്പോൾ ചേർത്ത് എഴുതുമ്പോഴുള്ള ഹാവും ജീമൊക്കെ ഏതാന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അത് ഇതുപോലെ ചേർത്ത് എഴുതി കൊടുക്കാം. മനസ്സിലാക്കുക. അടുത്തതാ ബു ഹ് തുൻ, ബുഹ്തുൻ. അപ്പോൾ അത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ബു ഹ് തുൻ, ബാ എഴുതുക, ഹ നമ്മളിതുപോലെ എഴുതുക. പിന്നെ അവസാനം താ, ബുഹ്തുൻ. അടുത്തതാ ഹാജിബുൻ, ഹ. ഫത്തഹിനെ നീട്ടാൻ ഹ ഇങ്ങനെ നീട്ടി കൊടുക്കുക മേലേക്ക്. ഇതുപോലെ എഴുതിയിട്ട് മുകളിലേക്ക് നിൽക്കുക, മുകളിലേക്ക് നീട്ടി കൊടുക്കുക. ഹാജിബുൻ. എന്നിട്ട് അടുത്ത ഇതായിട്ട് ജി ബുൻ വേറെ എഴുതുക കേട്ടോ. ഹ നീട്ടിയാൽ പിന്നെ അതിൻ്റെ മേലെ കൂടെ ചേർത്ത് എഴുതാൻ പറ്റൂല. മനസ്സിലാക്കുക. അടുത്തതാ അജാബ, അജാബ. അപ്പം അതും ആ എന്ന് എഴുതിയാൽ ജീമ അതിലൂടെ ചേർത്ത് എഴുതൂല. അപ്പം ജാ എന്നത് അതിൻ്റെ മേലെ അതിലൂടെ ജീമിനെ അലിഫ് കൊണ്ട് നീട്ടി കൊടുക്കുക, ജാ. എന്നിട്ട് ബാ വേറെ എഴുതുക. മനസ്സിലാക്കുക. അങ്ങനെയാണ് ഇത് ചേർത്ത് എഴുതേണ്ടത്. അടുത്തതെന്താണ്? ഇവിടെ തന്നത് നുഫരിക്കു ഹുറൂഫ്, ഇത് അക്ഷരങ്ങൾ വേർതിരിച്ചു കൊടുക്കാനാണ്. നമ്മൾ മേലെ ചേർത്ത് കൊടുത്ത്. അപ്പോൾ ഇവിടെ ആ ജ ബ് തു, അജബത്തു ചേർത്ത് തന്നാണ്. അതിങ്ങനെ ഓരോന്നാക്കിയിട്ട് എഴുതുക. ആ ജ ബ് തു. മനസ്സിലായില്ലേ? അതുപോലെ സ ബ ജുൻ, സ ബ ജുൻ. അത് ഓരോരോ അക്ഷരങ്ങൾ വേർതിരിച്ചു കൊടുക്കുക. ഫസ്റ്റ് സ എഴുതുക, പിന്നെ ബ എഴുതാം, പിന്നെ ജീമ എഴുതാം. എന്നിട്ട് അതിൻ്റെ ഹർക്കത്തുകൾ നൽകാം. മനസ്സിലാക്കുക. സ ബ ജുൻ. അടുത്തതാ ഹു ബ് സുൻ, ഹു ബ് സുൻ. അപ്പോൾ ഹ ജീമൊക്കെ എഴുതുമ്പോൾ ചേർത്ത് എഴുതുന്ന അക്ഷരമല്ലാത്ത സ്ഥലത്ത് ചേർത്ത് എഴുതാതെ എഴുതുമ്പോൾ എഴുതുന്ന ഹും ജീമൊക്കെ മനസ്സിലാക്കണം കേട്ടോ. ഇവിടൊക്കെ ഇത് കണ്ടില്ലേ, ജ എഴുതിയത്. അതുപോലെ ഇതിവിടെ അവസാനിച്ചത് അതുതന്നെയാണ്, അത് അതുപോലെ എഴുതിയാൽ മതി. ഇവിടെ ഫസ്റ്റ് ജീ ഹ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ ബൊഹ് തുൻ, ബൊഹ് തുൻ ഓരോരോ ലെറ്റർ ആക്കിയിട്ട് താഴോട്ട് എഴുതുക. മനസ്സിലാക്കുക. അടുത്ത നക്തൂബ് നോക്കിയിട്ട് താഴത്തെ ഈ ബോക്സിലേക്ക് എഴുതാനാണ്.
ഖായിബുൻ ഖായിബുൻ അതിലേക്ക് എഴുതാം. അടുത്തതോ ഹിജജുൻ 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 ഹിജജുൻ. അടുത്തതോ അജബത്തു 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 അജബത്തു. അടുത്തതോ ബുഹ് ബുഹ്തുൻ ബുഹ്തുൻ ബുഹ്തുൻ. അപ്പം അതുപോലെ വായിച്ചിട്ട് എല്ലാവരും പകർത്തി എഴുതുക കേട്ടോ. വായിക്കണം. ഇവിടെയൊക്കെ നക്തൂബ് പറഞ്ഞാൽ എഴുതാൻ മാത്രമേ വന്നിട്ടുള്ളൂ, എന്നാലും എല്ലാവരും വായിച്ചിട്ട് വേണം എഴുതാൻ കേട്ടോ. മനസ്സിലാക്കുക. ഇനി നുൻഷിദ് വനുക്കുമിൽ താഴെ ഉള്ളത് പാട്ടാണ്. നുൻഷിദ് ഒരു പാട്ട്, അത് പാടുക, അതിൻ്റെ താഴെ ബാക്കിയുള്ളത് പൂരിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പം എന്താണ്? ജീമ് പഠിച്ചു ജാബിർ മോൻ, ഹ പഠിച്ചു ഹാരിസ് മോൻ. അടുത്തതാ ഹ പഠിച്ചു ഖാലിദ മോൾ, ഖാലിദ പേര്. ഹ പഠിച്ചു ഖാലിദ മോൾ. ബ പഠിച്ചു ആരാണ്? ബ പഠിച്ചു ബാസിറ മോൾ, ബ പഠിച്ചു ബാസിറ മോൾ. അങ്ങനെ നമുക്കത് പൂർത്തിയാക്കി കൊടുക്കാം. അപ്പം അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ബാസിറ എന്ന് പറയുമ്പോൾ ബ നീട്ടുക, ഇതുപോലെ ബാസിറ മോൾ ഒക്കെ ആ രീതിയിൽ മനസ്സിലാക്കി പൂരിപ്പിച്ച് എഴുതുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് 9ാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എക്സാം വരുന്നുണ്ട്, അപ്പോഴേക്കും നമുക്ക് ചോദ്യപേപ്പറിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.